എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസി കൂട്ടായ്മ പാലായിൽ സിനഡ് അസംബ്ലി ദിവസങ്ങളിൽ കുടിൽകെട്ടി സത്യഗ്രഹ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഏകീകൃത കുർബാന സഭയിലെ മുഴുവൻ പള്ളികളിലും നടപ്പിലാക്കുക, സിനഡിൽ അൽമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഭൂമി വിവാദവും കുർബാന തർക്കവും തൽപര കക്ഷികൾ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രയോഗിക്കുകയാണെന്നും വിശ്വാസി കൂട്ടായ്മ പറഞ്ഞു. ഓഗസ്റ്റ് 15-ന് 2 ഏകീകൃത കുർബാന വിളംബര ജാഥകൾ ആരംഭിക്കും. ചേർത്തല, കുരട്ടി എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥകൾ വിവിധ ഫൊറോനകളിലൂടെ സഞ്ചരിച്ച് എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയുടെ മുൻവശത്ത് സമാപിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ചർച്ചകളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലായിൽ ഈ വരുന്ന 22 മുതൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി നടക്കുകയാണ്. നമ്മുടെ സഭയിൽ 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു പ്രക്രിയയാണത്. ആ 3 ദിവസത്തിലേക്ക് സഭ അനുകൂല സംഘടനാ നേതാക്കന്മാരെയോ സഭയിലെ മാർപ്പാപ്പയോട് ഒപ്പം നിൽക്കുന്ന ഒരു വിശ്വാസിയെ പോലും പങ്കെടുപ്പിച്ചിട്ടില്ല. അവരുടെ അഭിപ്രായങ്ങൾ സമാഹരിച്ചിട്ടില്ല, കേൾക്കുന്നില്ല. ഞങ്ങൾ ഇതിനകത്ത് പറയുന്നത് ആരാധനക്രമ സിനഡില് മതിയായ പ്രാതിനിധ്യം വിശ്വാസികൾക്കുണ്ടാവണം. ഇതിലെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു തർക്കം മാത്രമാണ് ഇപ്പൊ ഇതിനകത്ത് നിൽക്കുന്നത്. അതില് പിതാക്കന്മാരിൽ തന്നെ ആധ്യാത്മികത വെടിഞ്ഞുകൊണ്ട് കോർപ്പറേറ്റ് കമ്പനി മാനേജർമാരെ പോലെ അവർ പെരുമാറുകയാണ്. ആധ്യാത്മികത അവർക്കില്ല. അതിന് ചുക്കാൻ പിടിക്കുന്നത് സിനഡിൽ തന്നെയുള്ള 5 പിതാക്കന്മാരാണ്. അവരുടെ പൊയ്മുഖങ്ങളാണ് ഞങ്ങൾ ഈ ജാഥയിൽ വിളിച്ചു പറയാൻ വേണ്ടി, പേര് വിവരങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നത്.